അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി വിഭവമാണ് കേട്ടോ. അതായത് പൂള അരിഞ്ഞ് ഉണക്കി പൊടിച്ച് അതുകൊണ്ടൊരു പിടുത്തം. അതിനെന്താ പറയുക വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ പൂളപ്പിടി എന്ന് പറയും. അപ്പോൾ പൂളപ്പിടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഏതായാലും പിടിനെ പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്ന അവസ്ഥ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ അതിന് വേണ്ടത് ബീഫുമാണ് കേട്ടോ. ബീഫും സാധാ ബീഫ്, തുണ്ട് ബീഫല്ല. ഏറ്റവും ഇതിന് ബെസ്റ്റ് മാന്താണ്. മാന്ത് കീച്ചത് നമ്മൾ വാരി ഉണ്ടല്ലോ, പോത്തിൻ്റെ ഒക്കെ വാരി വന്ന് എടുത്ത ഇറച്ചിണ്ടല്ലോ അത്. എന്നാൽ പിന്നെ സമയം കണ്ട് നമുക്ക് ഈ ബീഫും ഈ പൂളപ്പൊടിയും കൂട്ടിയിട്ട് ഒരു വെറൈറ്റി വിഭവം ഉണ്ടാക്കാം. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യുക. എന്നാൽ നമുക്ക് പണി തുടങ്ങല്ലേ. അപ്പോൾ ഇവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഈ ബീഫ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ ഇവിടെ ചെറുള്ളി തൊലിച്ചിട്ടുണ്ട്. ചെറുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് നമ്മൾ അരക്കണില്ല, അങ്ങനത്തെ ഇടയാണ്. അതുപോലെ തന്നെ കുറച്ച് ഉണങ്ങിയ കുരുമുളക്, ഇഞ്ചി, പച്ചമുളക്, ജീരകം, അതിൻ്റെ ഒരു കോമ്പിനേഷൻ അവിടെ ഉണ്ട്. അത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചരച്ചിട്ട് വേണം ചേർക്കാൻ. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ അരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ഇട്ടെടുക്കുക. അതിനോട് കൂടെ തന്നെ മഞ്ഞൾപ്പൊടി, അതുപോലെ മല്ലിപ്പൊടി ഇട്ടെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നമുക്കിത് അടുപ്പത്തേക്ക് വെക്കല്ലേ. എന്നാൽ നമ്മളിത് വേവിച്ചാൻ പോവാണ്. കുക്കറിൽ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഫുള്ള് തീയിലാണ് വേവിക്കുക. ഏകദേശം 10 മിനിറ്റ് കൂടെ കഴിഞ്ഞു. ഇത് തുറക്കണം കേട്ടോ. വിസിൽ 10 വിസിൽ തന്നെ അടിച്ചോട്ടെ. 10 വിസിൽ അടിച്ചാൽ ഏകദേശം നല്ല ക്ലിയർ ആയിട്ട് വേവുള്ളത്. ഫ്രണ്ട്സ്, ആവി ഒന്നും പൊന്തില്ലല്ലോ. എന്താ വെച്ചാൽ നമ്മൾ വിസിൽ കുറേ നേരം തുറന്നിരിക്കില്ലേ, ഫുള്ള് ആവിയും പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുറക്കുമ്പോഴുള്ള ആവി കാണാൻ കഴിയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതെടുത്തുകൊണ്ട് നമ്മൾ ഉള്ളിയൊക്കെ വയറ്റിട്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇവിടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അത് പഴയ പുരാതന ചട്ടി, നല്ലത് പുതിയ ചട്ടിനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കളർ പിടിച്ചാൽ ഇനി ദയവ് ചെയ്ത് ചട്ടിൻ്റെ കമൻറ്റ് മാത്രം ഇതിന് നിരോധിച്ചിരിക്കണം. വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട്. കാരണം പണ്ടൊരു കോഴിക്കാല് ഫ്രൈൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ ചട്ടിക്ക് കുറേ കമൻറ്റുകൾ കേട്ട് മടുത്തുന്നത്. അതേ ചട്ടിനാണ് ഈ ചട്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിവാക്കൊന്നുമില്ല. കാരണം ചട്ടിക്ക് കുഴപ്പമില്ല, എല്ലാം ഉണ്ടാക്കുക. അതിൽ ഇതൊക്കെ ഇളകിക്കൊണ്ട് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇളകിയിട്ടില്ല, ഇളക്കിയാണ് ഉച്ചക്ക് ഇളകിക്കണം. ചട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ വന്നിട്ട് എന്ത് ചെയ്യണം, ഇതിലേക്ക് ഞങ്ങൾ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടിട്ട് മൂപ്പിച്ചല്ലേ, കുറച്ച് ബീഫ് ഞങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി വേറെ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി ഞങ്ങൾ എന്തുണ്ടാക്കും, പൂള പൊടിപ്പിടി. അപ്പം ഇങ്ങനെ ഏകദേശം ഇവിടെ ഈ വേപ്പിൻ്റെലൊക്കെ വെരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിക്ക് എന്ത് ചെയ്യണം, ബീഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ പൂള ഉണ്ടെന്നുണ്ടെങ്കിലേ ചിപ്സ് നുറുക്കിയിട്ട് എന്ത് ചെയ്യുക, വെയിലത്തിട്ട് ഉണക്കി പൊടിക്കുക. നിങ്ങൾ മിക്സി പൊടിച്ചാലും കുഴപ്പമില്ല, കൂടുതലുണ്ടെങ്കിൽ മില്ല് കൊണ്ടേ പൊടിച്ചാലും കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് ഉള്ള ബീഫ് വാങ്ങുമ്പോൾ നിങ്ങൾ പിന്നെ ഇതുപോലെ മാന്തിൻ്റെ അല്ലെങ്കിൽ പലവകായും കുഴപ്പമില്ല കേട്ടോ, പലവകായിട്ട് വാങ്ങുക. അപ്പോൾ ഇത് പൂളേക്കൊക്കെ എന്ത് ചെയ്യും, ഇറച്ചിയും പൂളി വെക്കുമ്പോഴൊക്കെ നമുക്ക് സാധാ ഇറച്ചിയിലേറെ ടേസ്റ്റ് ഇതിട്ടുണ്ടാക്കിയാലാണ്. അപ്പോൾ ഇത് സ്പെഷ്യൽ ഇവിടെ റെഡി ആയി. നമുക്ക് അടുത്ത പരിപാടിക്ക് നീങ്ങാം. അപ്പോൾ ഇനി നമ്മൾ ഒരു കപ്പ് പൂളപ്പൊടി ഇവിടെ റെഡി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൂള വെട്ടി ഉണക്കി മില്ലിൽ കൊണ്ട് പൊടിച്ച പൊടിയാണിത്. അപ്പോൾ അത് ഒരു കപ്പ് എടുത്തിട്ട് പാത്രത്തിൽ കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പൂളപ്പൊടി അളന്ന ആ കപ്പിന് തന്നെ ഒരു കപ്പ് അരിപ്പൊടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ അതൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചിട്ട് നന്നാക്കി മിക്സാക്കി കൊടുക്കുക. അതിനോട് തിളപ്പിച്ച വെള്ളം എടുത്തുള്ളത്, തിളപ്പിച്ച ആറിയതല്ല, തിളച്ച വെള്ളം. പിന്നെ ആവശ്യമുള്ള ഉപ്പ് വെള്ളത്തിൽ ഇട്ടുകൊണ്ടിട്ടോ.
അങ്ങനെ അത് ആവശ്യത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഇങ്ങനെ മിക്സായി കൊടുക്കുക. വെള്ളം ഏറാതെ കുറച്ച് കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് അങ്ങനെ നന്നായിട്ട് കൈയോടിട്ട് നന്നായി കുഴച്ചെടുക്കുക. അങ്ങനെ കുഴച്ച് പരുവത്തിലാക്കുക. പിന്നെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഇതാണ് നമ്മളെ ഐറ്റം. ചെറിയ നെയ്യോടൊക്കെ ഉണ്ടാക്കണ പോലെ സെൻറ്ററിൽ ചെറിയൊരു പതിയും കൊടുക്കുക. ഇതുപോലെ ചെറിയ ചെറിയ പൂട്ടാക്കി എടുത്തിട്ട് ഉള്ളം കയ്യിലിട്ടിട്ട് നന്നാക്കി ഒറ്റയെടുക്കുക. അപ്പോൾ ഇതിനുള്ള അട ഉണ്ടാക്കൽ നമ്മൾ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് എന്ത് ചെയ്യണം, അടുപ്പിൽ വെക്കണം. അപ്പോൾ ഇവിടെ സ്റ്റവ് ഓൺ ആക്കുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ട പാകത്തിലുള്ളൊരു പാത്രം വെക്കുക. ഏകദേശം അതിക്ക് എത്ര ആവശ്യമുള്ള വെള്ളം നമുക്ക് എന്തെങ്കിലും അടയിൽ തിളപ്പിച്ചെടുക്കണം. പിന്നെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഇവിടെ തിളച്ച് കഴിഞ്ഞാൽ, വെള്ളം ഏകദേശം തിളച്ചിട്ടുണ്ട്, തിളച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ അടയ്ക്ക് ഇട്ടെടുക്കണം. എന്നിട്ട് മൂടി വെക്കുക. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചിട്ട് നമ്മളത് കോരിയെടുക്കുക. ഇപ്പോൾ റെഡിയാക്കി വെച്ച മസാല ഉണ്ടല്ലോ, ബീഫ് പലവക, ആ പാത്രത്തിൽ ഇട്ടിട്ട് നന്നാക്കി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളൊരു പാനിൽ പിന്നെ ചെറിയ ഉള്ളി മൂപ്പിച്ച കുറച്ച് എണ്ണ വന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് വേപ്പില ചപ്പൊക്കെ ഇട്ടിട്ട് അയക്ക് ആണ് പറന്നെടുക്കുക. എന്നിട്ടാണ് മിക്സാക്കിയാണ് പാത്രത്തേക്കാണ് വിളമ്പുക. അത്ര തന്നെയുള്ള പരിപാടി. ഫ്രണ്ട്സ്, അപ്പോൾ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ കഴിച്ചോ കേട്ടോ. എന്നാ കഴിച്ചോക്കിയാലോ? സാധനം സൂപ്പറാണ്, കുഴപ്പമൊന്നുമില്ല. സംഭവം കിട്ടില്ല കേട്ടോ. കിടിലോക്കിട്ടുണ്ടെന്ന് അറിയേ. ഇനി പൂളപ്പൊടി ഇല്ലേ, അരിപ്പൊടി ഉള്ളു. ഇതിൽ കുറച്ചും കൂടി ഇതിപ്പോൾ ഞങ്ങൾ പൂള അരിപ്പൊടി രണ്ടും സമാസമാണ് മിക്സ് ആക്കിയാണ്. പക്ഷെ കുറച്ച് അല്പം പൂളപ്പൊടി ജാസ്തി ഇടണം, അപ്പോൾ അത് ശരിക്കൊരു എഫക്റ്റ് കിട്ടുള്ളൂ. ഇത്ര അങ്ങോട്ട് ഒരു പൂളൻ്റെ ഒരു ഫീൽ വരുന്നില്ല. അപ്പോൾ പിന്നെ പറ്റുന്ന ആളുകൾക്ക് ട്രൈ ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.